ഹലോ ഓൾ നമ്മുടെ അലോട്ട്മെന്റ് ഗൈഡൻസ് സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടോപ്പ് റാങ്ക് നേടിയിട്ടുള്ള കുട്ടികൾ, മേ ബി വി ക്യാൻ സേ കേരള റാങ്ക് വരുമ്പം കേരള റാങ്കിന്റെ ഒരു 200-ന്റെ ഉള്ളിൽ വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കേരള റാങ്ക് ഒരു 100-ന്റെ ഉള്ളിൽ വരുന്ന ആൾക്കാർക്കുള്ള പ്രധാനപ്പെട്ട കൺഫ്യൂഷൻസും അവർ ഓപ്ഷൻ കൊടുക്കുന്നതിന്റെ രീതികളെ പറ്റിയിട്ടുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടോപ്പിക്കുകളാണ് പ്രധാനമായിട്ട് വരാറുള്ളത് ഈ ടോപ്പേഴ്സ് അലോട്ട്മെന്റിനകത്ത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വേഴ്സസ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കൺസേൺ വരാനുണ്ട്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ വേണ്ടി പറ്റും, നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മൂന്നെണ്ണമാണ് നമ്മൾ പറയാറുള്ളത്. ഏറ്റവും ആദ്യം പറയാറുള്ള കാര്യങ്ങൾ നമ്മുടെ എയിംസുകളാണ്. ഒരു 20ഓളം എയിംസുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ ഉള്ളത് ജിപ്മർ ആണ്, 2 ജിപ്മർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. പിന്നെയുള്ളത് AFMC ആണ്. വളരെ ആർമി പാഷനേറ്റ് ആയിട്ടുള്ള ആർമി പേഴ്സണലുകൾക്ക് പറ്റുന്ന സാധനങ്ങളാണ് ജിപ്മർ എന്ന് പറയുന്ന AFMC എന്ന് പറയുന്ന സാധനം. വേഴ്സസ് കേരളത്തിലുള്ള നല്ല കോളേജുകൾ ഇപ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ ഈ പറയുന്ന 100-ന്റെ അടിയിലും 200-ന്റെ അടിയിലൊക്കെ റാങ്ക് വരുന്ന ആളുകൾക്ക് കേരളത്തിലുള്ള ഏത് കോളേജും പോസിബിൾ ആണ്. സാധാരണഗതിയിൽ ആൾക്കാർ ചൂസ് ചെയ്യാറുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, അല്ലെങ്കിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എന്നുള്ള ഒരു ഓപ്ഷനാണ് എടുക്കാറുള്ളത്. ഇനിയിപ്പോൾ കോട്ടയോ തൃശ്ശൂരോ ആലപ്പുഴയോ ഒക്കെ എടുക്കാൻ ചിന്തിക്കുന്ന ആൾക്കാരും ഈ റേഞ്ചിലുള്ള ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം ഓർക്കുക. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ഇത് എൻ്റെ ഒരു അഭിപ്രായമായിട്ട് അങ്ങനത്തെ ഒരു നിലയിലല്ല നിങ്ങൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു വെർഡിക്റ്റ് ആയിട്ടല്ല എടുക്കേണ്ടത്. നിങ്ങൾ ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ലെറ്റ് us ടേക്ക് എയിംസ് ഫസ്റ്റ്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, എയിംസിനെ പറ്റിയിട്ട് ചർച്ച ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഗ്യാദർ ചെയ്തിട്ടുള്ളത് ഇന്റർനെറ്റിൽ നിന്ന് സോഴ്സ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. 20 എയിംസുകളുടെയും ക്ലോസിംഗ് റാങ്ക് ആണ് ഇവിടെ കാണുന്ന സാധനം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുതരാം. ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ എയിംസിന്റെയും ഏതൊക്കെയാണ് വരുന്നത്. ഞാനിപ്പോൾ ഓരോന്നിന്റെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പക്ഷേ എനിക്കിവിടെ പറയാനുള്ള 2-3 എയിംസുകൾ വളരെ സ്പെസിഫിക്കലി എനിക്ക് പറയാനുണ്ട്. 2-3 എയിംസുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്. ഒന്നാമത്തെ കാര്യം എയിംസ് ഡൽഹി തന്നെയാണ്. നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഏറ്റവും ഹയർ കട്ട് ഓഫ് ഉള്ളത്. എയിംസ് ഡൽഹി കഴിഞ്ഞ പ്രാവശ്യം അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഓൾ ഇന്ത്യ റാങ്ക് 56 ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് EWS 258-ഉം OBC 255-ഉമാണ് എയിംസ് ഡൽഹി പോയിട്ടുള്ളത്. SC 989, ST 1624 വരെ അവിടെ പോയിട്ടുണ്ട്. എവിടെ ഡൽഹി എയിംസിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട, നമ്മളെല്ലാവരും എന്താ പറയുക, നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി വലിയ സന്തോഷത്തോടു കൂടി കാത്തിരിക്കുന്ന ഒരു കോളേജാണ് ഡൽഹി എയിംസ് എന്ന് പറയുന്ന സാധനം. അപ്പം ഹൂഎവർ ഈസ് ഗെറ്റിംഗ് ഡൽഹി എയിംസ്, ഈ പറയുന്ന സാധനം കൊണ്ട് ഡൽഹി എയിംസ് ആരെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ടേക്ക് ഡൽഹി എയിംസ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള കാര്യം. നിങ്ങൾക്ക് ഇനിയിപ്പോൾ അത് വേണ്ട, കേരളത്തിലേക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. പക്ഷേ ബെസ്റ്റ് എന്ന് പറയാൻ പാടില്ല, ദ ബെസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഡൽഹി എയിംസ് എടുക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ ഈ പറയുന്ന കാറ്റഗറിയിലുള്ള എയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. ഐ ക്യാൻ ടെൽ എയിംസ് ഭോപ്പാൽ പറയാൻ വേണ്ടി പറ്റും, എയിംസ് ഭുവനേശ്വർ പറയാൻ വേണ്ടി പറ്റും. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും വരുന്നുള്ള സാധനങ്ങൾ. അതിനോടൊപ്പം തന്നെ എയിംസ് ജോധ്പൂർ ഉണ്ട്. പിന്നെ പിന്നെ വരുന്നത് പ്രധാനപ്പെട്ട സാധനം എയിംസ് ഋഷികേശ്. ഇതിലൊക്കെയാണ് 1000-ന്റെ അടിയിൽ കുട്ടികൾ ചൂസ് ചെയ്തിട്ടുള്ളത്. എയിംസ് ഭോപ്പാലിൽ 579 വരെയുള്ള ഓൾ ഇന്ത്യ റാങ്കുള്ള കുട്ടികളാണ് എടുത്തിട്ടുള്ളത്. എയിംസ് ഭുവനേശ്വറിൽ 603 വരെയുള്ള ഓൾ ഇന്ത്യ റാങ്കുള്ള കുട്ടികളാണ് അവിടെ ജനറൽ കയറിയിട്ടുള്ളത്. എയിംസ് ജോധ്പൂരിൽ 634-ഉം എയിംസ് ഋഷികേശിൽ 931-ഉം ഇവിടെ വരെയുള്ള കുട്ടികളാണ് ജനറൽ കാറ്റഗറി എടുത്തിട്ടുള്ളത്. കറസ്പോണ്ടിങ്ങിൽ EWS കാണാം 1071, 1082, 1617, 1740. ഇതൊക്കെയാണ് EWS വന്നിട്ടുള്ള സാധനങ്ങൾ. അപ്പം ഇതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു 4 എയിംസുകൾ എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ഭോപ്പാൽ, ഭുവനേശ്വർ, പിന്നെ ഏതായിരുന്നു, ജോധ്പൂർ ആൻഡ് ഋഷികേശ്. ഇതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇത് ഐ തിങ്ക് ലൈക്ക് ഓൺലി ടോപ്പേഴ്സിന് മാത്രം സംബന്ധിക്കുന്ന കാര്യമാണ്. 1000-ന്റെ ഉള്ളിൽ ഒക്കെ ഓൾ ഇന്ത്യ റാങ്ക് ഉള്ള ആൾക്കാർക്ക് എല്ലാമൊക്കെ പറ്റുന്ന സാധനങ്ങളുണ്ടാവാം. ഇനിയിപ്പോൾ 2000-നുള്ളിലൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഈ പറയുന്ന ഭോപ്പാലും ബാക്കി സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നുണ്ടാവും. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ഈ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്നതും അതുപോലെ തന്നെ നമ്മളുടേതായിട്ടുള്ള കേരളത്തിലുള്ള കോളേജുകളിൽ പഠിക്കുന്നതും തമ്മിൽ എന്താണ് ഇതിന് മാത്രം ഡിഫറൻസ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് us assess that thing സെപ്പറേറ്റ്ലി നമുക്കൊരു ചെറിയൊരു ടേബിൾ ആക്കിയിട്ട്, ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു പക്ക ഒരു സാധനം എന്നോ ഞാൻ ആഷിഖ് ഡോക്ടർ ഇങ്ങനെ ഇരുന്ന് വരച്ച് തന്നതുകൊണ്ട് ഇത് തന്നെ ഫോളോ ചെയ്യണം അങ്ങനത്തെ ഒന്നും അവകാശവാദങ്ങളോ സാധനങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങൾ എന്നുള്ള രൂപത്തിലാണ് പറയാം. ഒന്നാം സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ എയിംസുകൾ, അല്ലെങ്കിൽ നമ്മളുടെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയുന്ന സാധനം. എയിംസ് എടുക്കാൻ വേണ്ടി പറ്റും, ഓർ അതർ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, നമ്മളെ ജിപ്മർ പോലെയുള്ള ബാക്കി സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത് സാധനം നമ്മുടെ കേരള നാട്ടിൽ പഠിക്കുന്നതിന്റെ ഒരു കാര്യങ്ങളാണ്. ജസ്റ്റ് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഇൻസൈറ്റ്സ് കിട്ടട്ടെ എന്ന് ഓർത്തിട്ടാ. എന്താണ് ഏറ്റവും വലിയ ഡിഫറൻസ് ഒരു എയിംസിൽ അല്ലെങ്കിൽ ജിപ്മറിൽ പഠിക്കുന്നതും കേരളത്തിൽ പഠിക്കുന്നതും നമ്മളുടെ ഏറ്റവും വലിയ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ഇത് തന്നെയാണ്. ഇത് ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ സാധനമാണ്. ദിസ് ഈസ് സ്പോൺസേർഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങൾ ഇറ്റ് ഈസ് സ്പോട്ടഡ് ബൈ നമ്മുടെ എന്തായിരിക്കും ഉണ്ടാവുക,
സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അപ്പൊ അതിന്റെ ഫണ്ടിങ് കാര്യങ്ങൾ, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, അതിനകത്തൊക്കെ ബേസിക് ആയിട്ടുള്ള ആ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ല കെട്ടിടത്തിലാണ് ഇപ്പോൾ ഉദാഹരണത്തിന് പറയാട്ടോ, കഴിഞ്ഞ ദിവസം എന്നെ ഒരു പേരന്റ് വിളിച്ചിരുന്നു. ആ പേരന്റ് വിളിച്ചിരുന്നിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, സാർ ഞാൻ എയിംസ് മധുരൈ കണ്ടു. മധുരൈ എന്ന് പറഞ്ഞാൽ ഞാൻ റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത എയിംസ് ആണ്. അവിടെ പോയി നല്ല ബിൽഡിങ്ങുകളാണ്, ഫ്രഷ് പുതിയ ബിൽഡിങ്ങുകളാണ് ഉള്ളത്. ഇപ്പൊ കുട്ടീനെ അവിടെ വിട്ടാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ പുതിയ ബിൽഡിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ പോകുന്നത്. നമ്മളൊരു ബെറ്റർ ഡോക്ടർ ആവുക എന്നുള്ളൊരു കാര്യത്തിൽ പോകുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും പരിഗണിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഔട്ട് ഓഫ് ദിസ് ബോക്സ് ആണ്. ഈ ബോക്സിനെ പുറത്താണ്. ഏജ് ഓഫ് ദ കോളേജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഏജ്, എത്ര കാലമായിട്ടുള്ള ഏജ് ഓഫ് കോളേജ്, എത്ര കാലമായിട്ട് റൺ ചെയ്യുന്ന കോളേജ് ആണെന്നുള്ള കാര്യം. അതായത് ഒരു 10-15-20 ബാച്ചൊക്കെ പഠിച്ച് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും റിഫൈൻഡ് ആയിരിക്കും, സിസ്റ്റം അത്രയും റിഫൈൻഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ന്യൂലി സ്റ്റാർട്ടഡ് സാധനങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അത്രയ്ക്കും ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ടാവില്ല എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. ആൻഡ് തിങ്കിങ് അബൌട്ട് അക്കാഡമിക്സ്, ഇത് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. ഇവരൊക്കെ പഠിക്കുന്ന അക്കാഡമിക്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നോക്കാം. അത് സ്റ്റേറ്റിലും കേരളയിലും ഉള്ള സ്ഥലത്തുള്ള അക്കാഡമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ ഐ വിൽ ടെൽ യു ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ. രണ്ട് സ്ഥാനത്ത്, അതായത് രണ്ട് സ്ഥലത്തുള്ള അക്കാഡമിക്സ് ഓൾമോസ്റ്റ് ഈക്വൽ ആണെന്നുള്ളതാണ്. പക്ഷേ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കുറച്ചും കൂടി പുതിയ NMCന്റെ, നാഷണൽ മെഡിക്കൽ കൗൺസിലിന്റെ ഗൈഡൻസ് അനുസരിച്ചുള്ള സാധനങ്ങൾ പോകുമ്പോൾ, കേരളത്തിൽ പോകുന്നത് കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ ഗൈഡൻസ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പം NMCന്റെ സാധനത്തിൽ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, കുറച്ചും കൂടി അവരുടെ കരിക്കുലം അല്ലെങ്കിൽ അവർ പഠിക്കുന്ന രീതികൾ, അതിനകത്തൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട്. എസ്പെഷ്യലി ചില സബ്ജക്റ്റുകളുടെ ടൈമിംഗ് ഒക്കെ. ഇപ്പൊ പറയുകയാണെങ്കിൽ NMCയിൽ ഇപ്പോൾ ഡൽഹിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അവരോട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ മെഡിസിൻ എന്ന് പറയുന്ന സബ്ജക്ട്, യൂഷ്വലി മെഡിസിൻ ഇസ് എ ഫൈനൽ ഇയർ സബ്ജക്ട്. ഫൈനൽ ഇയറിലാണ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ഇവർക്ക് സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് തന്നെ മെഡിസിന്റെ തിയറി ക്ലാസ് ഒക്കെ കിട്ടും. കുഹാസിലേക്ക് വരുന്ന സമയത്ത് മെഡിസിന്റെ പ്രാക്ടിക്കൽ സാധനങ്ങളും വളരെ കുറഞ്ഞ ഒരു തിയറിയാണ് സെക്കൻഡ് ഇയറിൽ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ തിയറി ഒക്കെ സെക്കൻഡ് ഇയറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എക്സാമിനേഷൻ പാറ്റേൺസ് ഡിഫറൻസ് ഉണ്ട്. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. സോ അക്കാഡമിക്സ് ഐ വുഡ് സേ ഓൾമോസ്റ്റ് ഈക്വൽ. എവിടെ പഠിച്ചു കഴിഞ്ഞാലും പഠിക്കുന്ന ഒരാളെ പോലെ തന്നെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ടാവുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഇങ്ങനത്തെ ഒരു വ്യത്യാസം ഉണ്ട്. ആക്ച്വലി നമ്മുടെ കേരളത്തിലുള്ള അതേപോലെ എല്ലാ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള അക്കാഡമിക്സ്, അവർക്ക് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ഒരു ഡീംഡ് പൊസിഷൻ കൂടിയുണ്ട്. അതായത് എങ്ങനെ എക്സാം നടത്തണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അതൊക്കെ അവർക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാൻ വേണ്ടി പറ്റുമ്പോൾ, കേരളത്തിൽ അത് യൂണിവേഴ്സിറ്റി പറയുന്നത് പോലെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുക എന്നുള്ള കാര്യമുണ്ട്. സോ there ഈസ് സം ഡിഫറൻസ് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വേണം. പക്ഷെ ഓക്കെയാണ്. അതായത് ഇപ്പോൾ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. ആൻഡ് എന്റെ ഫ്രണ്ട്, ഒരുപാട് ഫ്രണ്ട്സ് ഡൽഹി എയിംസിൽ പഠിച്ച ആൾക്കാരാണ്. എന്റെ ബാച്ചിൽ എനിക്ക് തോന്നുന്നത് 10-12 പേരൊക്കെ ഡൽഹി എയിംസിൽ ഉണ്ടായിരുന്ന സമയം. അപ്പോൾ അവരും ഞാനും തമ്മിൽ അക്കാഡമിക്സിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് അനദർ ഫാക്ടർ. നമ്മൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈക്വാലിറ്റി അല്ലെങ്കിൽ പറയുന്ന സ്കില്ല് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. ബേസിക്കലി മക്കളെ, അല്ലെങ്കിൽ പേരൻസും കേൾക്കുന്നുണ്ടാവും അല്ലെ, ഈ ക്വാളിറ്റിയും സ്കില്ല് എന്നൊക്കെ പറയുന്ന സാധനം ബേസിക്കലി ഇത് ഞാൻ ഔട്ട് ഓഫ് ദ ബോക്സിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതി തരാവുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചിട്ട് ഒരു പേഴ്സന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ ക്വാളിറ്റി, ഒരു ഡോക്ടറുടെ സ്കില്ല് എന്നൊക്കെ പറയുന്ന സാധനം തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റോൾ ഇല്ല എന്ന് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന് നല്ല റോളുണ്ട്, പക്ഷെ കുറെയൊക്കെ പേഴ്സണലാണ്. അതായത് നമുക്ക് സ്കില്ല് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനം തന്നെയായിരിക്കും. അപ്പൊ ഇത് കേരളത്തിൽ പഠിച്ചു എന്നുള്ളത് കൊണ്ട് ചില സാധനം ഉണ്ടല്ലോ, ഇവിടെ പഠിക്കുകയാണെങ്കിൽ സ്കില്ല് കൂടുതൽ, ഇവിടെ പഠിക്കുകയാണെങ്കിൽ സ്കില്ല് കുറവ്. അത് റോങ് ഐഡിയ ആണ്. രണ്ട് സൈഡത്തും നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവാറുണ്ട്, രണ്ട് സ്ഥലത്തുനിന്നും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ദാറ്റ് ഡസൻ മാറ്റർ എന്നുള്ള കാര്യങ്ങളാണ്. ഇനി എന്നെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സ്റ്റഡി? നമ്മൾ പഠിക്കുന്നതിന്റെ പർപ്പസ് എന്തായിരിക്കും എന്നുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ ലൈക്ക് പർപ്പസ് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലൊരു വാക്ക് ഐ വിൽ റൈറ്റ് ഡൗൺ. വാട്ട് ഈസ് ആഫ്റ്റർ MBBS? അങ്ങനെ ഒരു സാധനം അല്ലേ, ആഫ്റ്റർ 5 years ഓഫ് MBBS പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ഉദ്ദേശം? 5 വർഷം MBBS പഠിച്ചു കഴിഞ്ഞിട്ട് വാട്ട് ഈസ് യുവർ പ്ലാൻ? ഒരു ഡോക്ടറായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ളൊരു കാര്യം ആലോചിച്ച് കഴിയുന്ന സമയത്ത് രണ്ട് സ്ഥലത്തും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനിങ്ങനെ പറയാണ്, ചില ആൾക്കാരുണ്ട് നാട്ടിൽ പ്രാക്ടീസ് ചെയ്യണം, പച്ച മലയാളത്തിൽ നാട്ടിൽ പ്രാക്ടീസ് എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം എന്ന് വിചാരിക്കുക. അതായത് എനിക്ക് എന്റെ നാട്, എന്റെ വീട്, മറ്റേ സിനിമയിൽ പറയുന്ന പോലെ ഈ പച്ചപ്പും ഹരിതാപയും എന്റെ നാട്ടുകാർ. കാരണം എന്നെ പഠിപ്പിച്ച് വലുതാക്കിയതും എന്നെ പഠിപ്പിച്ച് ഈ നിലയിലാക്കിയതൊക്കെ കേരളമാണ്, നമ്മുടെ സ്റ്റേറ്റ് ആണ്. നമ്മുടെ സ്റ്റേറ്റിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം, എന്റെ നാടിനെ മുന്നോട്ട് കൊണ്ടുവരണം, എന്റെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യലാണ് എന്റെ ഇഷ്ടം എന്നൊക്കെ. പേഴ്സണലി യു ആസ്ക് മീ, ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം, ഐ ആം എ പേഴ്സൺ ഐ വുഡ് ലൈക്ക് ടു പ്രാക്ടീസ് അറ്റ് മൈ ഹോം ടൗൺ. എന്റെ നാട്ടിൽ മലയാളം പറയുന്ന ആൾക്കാരോട് അവരുടെ കൂടെ പ്രാക്ടീസ് ചെയ്യാനാണ് എൻ്റെ ഒരു താല്പര്യമുള്ളത്. ഒരിക്കലും ഞാൻ വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ എന്റെ പാർട്ട്ണർ ഉണ്ട്, അവൾക്ക് പുറത്തു പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ചിട്ട് നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇല്ല, നമ്മൾ നാട്ടിൽ തന്നെ നിൽക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്ന് ഇപ്പോഴും പഠനവും ബാക്കി കാര്യങ്ങളൊക്കെ ആ ഒരു നിലയിൽ തന്നെ കൊണ്ടുപോകാനും
നമ്മുടെ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തതും ബാക്കി കാര്യങ്ങൾ ചെയ്തതൊക്കെ നാട്ടിൽ തന്നെയാണ്. ഇനി അങ്ങോട്ട് വർക്ക് ചെയ്യാനും നാട്ടിൽ തന്നെയാണ് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം. ഇനി മറ്റേതൊരു തെറ്റെന്നൊന്നും പറയാനില്ല കേട്ടോ. അതായത് നാട്ടിൽ പ്രാക്ടീസ് ചെയ്യാത്ത ആൾക്കാരൊക്കെ മോശക്കാർ അങ്ങനെയൊന്നുമല്ല. ചില ആൾക്കാരൊക്കെ യു ക്യാൻ ഗോ ടു അബ്രോഡ് പോകാനുള്ള ആൾക്കാരുണ്ട്. അതായത് ഇപ്പോൾ US പോവാം, UK പോവാം, അല്ലെങ്കിൽ അതർ കുറെ കൺട്രീസിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ റിസർച്ച് വർക്കൊക്കെ. അതായത് ഞാൻ ഈ മെഡിക്കൽ പ്രാക്ടീസ് എന്നുള്ള പരിപാടി ഞാൻ വിട്ടു. അതായത് ഐ ഡോണ്ട് വാണ്ട് ടു പ്രാക്ടീസ് ഈ പേഷ്യൻസിനെ കാണുക അങ്ങനെയൊന്നുമല്ല. എനിക്കിപ്പോൾ ക്യാൻസറിനെ മരുന്ന് കണ്ടുപിടിക്കുന്നിടത്ത് ജനറ്റിക് റിസർച്ചുകളിലേക്ക് അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പോകണം. ഞാൻ MBBS കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു പർട്ടിക്കുലർ സാധനത്തിലേക്കാണ് പോകുന്നത്. അങ്ങനത്തെ ഒരു ആൾക്കാർക്ക് ആക്ച്വലി നന്നാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കുറച്ചും കൂടി ഗുണം ചെയ്യുന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഇത് പ്യുവർലി ഇത് കണ്ടു കഴിഞ്ഞിട്ട് എനിക്കൊന്നും അറിയില്ലടാ, നീ നിർത്തി പോടാ, അങ്ങനത്തെ ഒരു സാധനം പറയാനാണല്ല. നമ്മൾ ഒരു ഇൻസൈറ്റ് തരാണ്. ഇതൊക്കെ എന്താണ്, എന്തൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ള ഇൻസൈറ്റ് മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ ഡിസിഷൻ, നിങ്ങൾ എവിടെ ജോലി ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ ഇപ്പോൾ എയിംസിൽ പഠിച്ചിട്ട് നാട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചാൽ അത് ഒരു തെറ്റുമില്ല. യു ക്യാൻ ഡു ദാറ്റ്. ബട്ട് നമ്മുടെ ഒരു സാധനം പറയാണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾക്ക് ഒരു ഇൻസൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയയിൽ മാത്രമാണ് ഈ സാധനങ്ങൾ ആഡ് ചെയ്യാന്നുള്ള ഒരു ഓർമ്മ വേണം. നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വളരെ പ്രധാനമായിട്ടും വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ കണക്ഷൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് ബേസിക്കലി ഇതിന് അബ്രോഡിനും കണക്ഷൻസ് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ അബ്രോഡ് പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ അബ്രോഡിൽ ഇപ്പോൾ US UK പോകാനാണെങ്കിൽ US UK പോയി റിസർച്ച് ഒക്കെ ചെയ്യുന്ന ആളുകളായിട്ടുള്ള കണക്ഷനാണ് വേണ്ടത്. നാട്ടിലാണെങ്കിൽ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന നാട്ടിലെ ഹോസ്പിറ്റൽസിലുള്ള ആൾക്കാരായിട്ടുള്ള കണക്ഷൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നാട്ടിൽ നമ്മൾ എവിടെ പഠിക്കും, എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കാനും ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സാധനത്തിലേക്ക്. അപ്പോൾ ഭയങ്കര സിമ്പിൾ ആണ്. നാട്ടിൽ പഠിക്കുന്ന ആളുകൾക്ക് നാട്ടിൽ കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്ന ഒരു സാധനം ഇതാണ്, കണക്ഷൻസ്, റിലേഷൻഷിപ്പുകളെ ഞാൻ നല്ല വാല്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ, ഇപ്പോൾ ഞാൻ വീട് എറണാകുളത്താണ്, വർക്ക് ചെയ്യുന്നത് കോഴിക്കോടാണ്. പക്ഷേ തൃശ്ശൂർ അല്ലെങ്കിൽ കോട്ടയത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ എൻ്റെ ആരെങ്കിലും ഒരാൾ അഡ്മിറ്റ് ആയി, അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് അവിടെ അഡ്മിറ്റ് ആയി, അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇഫ് ഐ വാണ്ട്, എനിക്കത് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ തിരുവനന്തപുരത്തുള്ള ഹോസ്പിറ്റലിലുള്ള ഡോക്ടറായിട്ട് കണക്ഷൻ കിട്ടാൻ എളുപ്പമാണ്. കാരണം എൻ്റെ കൂടെ പഠിച്ച ആളുകളോ എൻ്റെ സീനിയേഴ്സോ ജൂനിയേഴ്സോ ആരെങ്കിലും ഒക്കെ ആയിട്ടുള്ള ഒരു കണക്ഷനിൽ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റലിലും എത്താൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ചും കൂടി ഈസിയാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ PG പ്രിപ്പറേഷനൊക്കെ നാട്ടിൽ വന്നിട്ട് ഇവിടുന്ന് PG പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. നാട്ടിൽ നിന്ന് PG പ്രിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് കണക്ഷൻസ് ഉണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്യാനൊക്കെ, ഫ്രണ്ട്സ് ആയിട്ട് പോയി ജോയിൻ ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, എന്നെ കൊണ്ട് പറ്റാറുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്ന ഒരു കാര്യം. സോ ആഫ്റ്റർ MBBS എന്തായിരിക്കണം എന്നുള്ളൊരു കാര്യത്തിലേക്കുണ്ട്. ആൻഡ് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. നമ്മുടെ സ്കില്ല് എന്ന് പറയുന്ന ഒരു സാധനം, ക്വാളിറ്റി അല്ലെങ്കിൽ സ്കില്ല് എന്ന് പറയുന്ന സാധനം ഡിപ്പെൻഡ്സ് അപ്പോൺ മോർ ഓൺ പേഴ്സൺ ദാൻ എ സിസ്റ്റം. ബട്ട് ഡെഫിനറ്റ്ലി സിസ്റ്റത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോകുന്ന ആൾക്കാർക്ക് നല്ല പേഴ്സണാലിറ്റി ആണെങ്കിൽ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇഫ് ഇറ്റ് ഇസ് എ ബെറ്റർ പേഴ്സൺ വൈസ് ബെറ്റർ ആണ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അതും ബെറ്റർ ആണ്, ഡെഫിനറ്റ്ലി യു വിൽ ബി ഗെറ്റിംഗ് ബെറ്റർ സ്കില്ല് കിട്ടും. ബട്ട് നേരെ തിരിച്ചിട്ട് പറയാണ് സ്റ്റേറ്റിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്കില്ല് മോശമാണ്, അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. സ്റ്റേറ്റിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഈക്വൽ നല്ല സ്കില്ല് കിട്ടുന്ന സ്ഥലങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എയിംസ് ഡൽഹി, എയിംസ് ഡൽഹി നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ കിട്ടുന്നതാണെങ്കിൽ ഗോ ആൻഡ് ചൂസ് ഇറ്റ്. ഇതാണ് ഐ വിൽ എൻ്റെ ഒരു സാധനം പറയുന്നുണ്ടാവുക. സെക്കൻഡ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എയിംസിലുള്ള ബാക്കി എയിംസുകൾ, അപ്പോൾ ലൈക്ക് എയിംസ് ഭുവനേശ്വർ, എയിംസ് ഭോപ്പാൽ, എയിംസ് ജോധ്പൂർ, എയിംസ് ഋഷികേശ്, അങ്ങനത്തെ സാധനങ്ങളുണ്ട്. ഇത് വേഴ്സസ് കേരള, ടേക്ക് ഇറ്റ് ആസ് എ വെരി പേഴ്സണൽ ഡിസിഷൻ. ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പേഴ്സണൽ ചോയ്സിൽ നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് പറയാ. പേഴ്സണൽ ചോയ്സിൽ എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് പോകുന്ന സമയത്ത് വേറെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഫുഡ്, കൾച്ചർ ആൻഡ് ട്രാവല്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഡെഫിനറ്റ്ലി പുറത്തുള്ള ഫുഡ്, കൾച്ചർ, ട്രാവൽ ഇതൊക്കെ വളരെ ഡിഫറെന്റ് ആയിരിക്കും. കേരളത്തിലുള്ള ഫുഡ്, കൾച്ചർ, ട്രാവൽ ഇതൊക്കെ വളരെ വളരെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ് ഉണ്ടാവുക. ആൻഡ് ഡെഫിനറ്റ്ലി തിങ്ക് അബൌട്ട് വാട്ട് ഈസ് യുവർ പർപ്പസ് ആഫ്റ്റർ ദിസ് തിങ്. ഇതിന്റെ പർപ്പസ് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഉറപ്പായിട്ടും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്നുള്ള കുറച്ചും കൂടി വൈഡർ ആയിട്ട് ചിന്തിക്കുന്ന, കുറച്ചുകൂടി പുറത്തേക്കൊക്കെ പോകുന്ന ആൾക്കാരുടെ എണ്ണമൊക്കെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന കാര്യം. പിന്നെ ഇവിടെ എല്ലായിടത്തും കൂടി പഠിക്കുന്ന ആൾക്കാർ, അതായത് ഈ പറയുന്ന എല്ലാ സ്ഥലത്തും കൂടി കേരളത്തിൽ നിന്ന് പഠിക്കുന്ന ആൾക്കാർ 50 to 100 ആണ് മാക്സിമം. ആവറേജ് നമ്പർ ഐ തിങ്ക് ലൈക്ക് 60 കുട്ടികളൊക്കെയാണ് മൊത്തത്തിൽ പഠിക്കുന്നതെന്ന്. അതായത് എല്ലാ സ്ഥലത്തും കൂടി. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഭുവനേശ്വറിൽ 10, 30, 25, 30 കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്. ഭോപ്പാലിൽ 5, 6, 7 കുട്ടികൾ, ജോധ്പൂരിൽ 1, 2 ആൾക്കാർ, ഋഷികേശിൽ 10, 12 ആൾക്കാർ, അങ്ങനെയൊക്കെയാണ് കേരളത്തിൽ പഠിക്കുന്ന കുട്ടികളുള്ളൂ. സോ ഇറ്റ് ഇസ് നോട്ട് എ മലയാളി കമ്മ്യൂണിറ്റി, ഇറ്റ് ഇസ് എ എന്താ പറയുക, നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ അതർ സ്റ്റേറ്റ് കമ്മ്യൂണിറ്റികളാണ് അവിടെ കൂടുതൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ആൻഡ് സിമിലർ വേ ഓൾസോ ഫോർ ജിപ്മർ ഓൾസോ. നിങ്ങൾക്ക് പറയാനുള്ള കാര്യം ജിപ്മറിലും ഇങ്ങനെ തന്നെയാണ് ഏകദേശമൊക്കെ സംഭവിക്കുന്നുണ്ടാവുക. സിമിലർ തിങ്സ്, വലിയ വ്യത്യാസമില്ല.
തിങ് ഈസ് ലൈക്ക് ഇറ്റ് ഇസ് തമിഴ്നാട്. ജിപ്മർ 2 ഉണ്ട്, ജിപ്മർ പുതുച്ചേരി ഉണ്ട്, അതുപോലെ തന്നെ ജിപ്മർ കാരക്കൽ ഉണ്ട്. യു ക്യാൻ ചൂസ് ഏതെങ്കിലും സാധനത്തിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ള കാര്യം. അപ്പോൾ ദിസ് ഈസ് അബൌട്ട് എന്റെ ഫസ്റ്റത്തെ ടോപ്പിക് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം, ദാറ്റ് ഈസ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വേഴ്സസ് കേരള എന്നുള്ള കാര്യം. ഇനി വേറെ ഒരു കാര്യം ചെയ്യാറുണ്ട്, കേരള കോളേജസ് വേഴ്സസ് അതർ സ്റ്റേറ്റ് കോളേജസ്. അതർ സ്റ്റേറ്റിലുള്ള ബെസ്റ്റ് കോളേജുകളെ സെലക്ട് ചെയ്യാറുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ബെസ്റ്റ് കോളേജസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലൈക്ക് യു ക്യാൻ ചൂസ് ലൈക്ക് മദ്രാസ് മെഡിക്കൽ കോളേജ്, മദ്രാസിൽ വലിയ കോളേജുകളുണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻലി മെഡിക്കൽ കോളേജ്, ഇങ്ങനത്തെ വലിയ കോളേജുകളുണ്ട്. പിന്നെ ഇപ്പോൾ വിജയവാഡ വലിയ കോളേജാണ്. പിന്നെ ചില ആൾക്കാർ ചോദിക്കും, സാർ മൗലാന, ഡൽഹിയിലുള്ള മൗലാന നല്ല കോളേജ് അല്ലേ, ലേഡി ഹാർഡിഞ്ച് നല്ല കോളേജ് അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ആൻഡ് ഇതിനകത്ത് എൻ്റെ ഒരു സാധനം പറഞ്ഞുതരാം, ഇതും കേരളവും തമ്മിൽ എക്സാക്ട്ലി ഈക്വൽ ആണ്. കേരളത്തിലുള്ള കോളേജുകളും ഈ അതർ സ്റ്റേറ്റിലുള്ള നല്ല കോളേജുകളും എക്സാക്ട്ലി ഈക്വൽ ആണ് എന്നുള്ള കാര്യം തന്നെ പറയാൻ വേണ്ടി. എസ്പെഷ്യലി കേരളത്തിൽ TVM, അതുപോലെ തന്നെ കാലിക്കറ്റ്, ഇതൊക്കെ ഒരു കിടപിടിക്കുന്ന കോളേജുകളാണ്, കട്ടയ്ക്ക് കോമ്പീറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ തന്നെയാണ് ഈ പറയുന്ന കോളേജുകൾ എന്നൊക്കെ പറയുന്നത്. സോ ആൻഡ് ഇവിടെ വരുന്ന സമയത്തുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കൾച്ചർ നോക്കേണ്ട കാര്യമാണ്, ഫുഡ്, ട്രാവൽ, ഈ 3 കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ TVM, കാലിക്കറ്റ് പോലെയുള്ള കോളേജ് വിൽ ബി ഹാവിങ് ആൻ അപ്പർ ഹാൻഡ്. സോ എൻ്റെ ഒരു സാധനമാണ്, ഇഫ് യു ലൈക്ക് എന്താ പറയുക, നിങ്ങൾ ഇത്രയും പാഷനേറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മദ്രാസിലോ സ്റ്റാൻലിയിലൊക്കെ വീടുള്ള ആൾക്കാർ, ഇപ്പോൾ ജസ്റ്റ് ആലോചിച്ച് നോക്കുക, അവരുടെ നേറ്റീവ് പ്ലേസ് ഈസ് ദയർ. മലയാളികളാണ്, പക്ഷെ നേറ്റീവ് പ്ലേസ് അവിടെയാണ്. ഇവിടെയൊക്കെ ബന്ധുക്കളുണ്ട്, വിജയവാഡയിൽ ബന്ധുക്കളുണ്ട്, ഡൽഹിയിൽ ബന്ധുക്കൾ താമസിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ വീട്, അച്ഛൻ്റെ ജോലി അവിടെയാണ്. അങ്ങനെയൊക്കെ കണക്ഷൻസ് ഉണ്ടെങ്കിൽ യു വിൽ ബി ആക്ടിങ് വിത്ത് ദ കൾച്ചർ, ഫുഡ്, ട്രാവൽ, അങ്ങനെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. അതർവൈസ് ഡോണ്ട് ഗോ ഹിയർ എന്നുള്ളതാണ് പറയാനുള്ള കാര്യം. ചിലപ്പോഴൊക്കെ തോന്നുന്നു എനിക്ക് മദ്രാസ് മെഡിക്കൽ കോളേജ് പഠിച്ചത് കാലിക്കറ്റ് പഠിക്കുന്നതിനേക്കാൾ ബെറ്റർ അല്ലേ, ഒരിക്കലും ബെറ്റർ ആവില്ല. അത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്ന് ഹെഡ് ടു ഹെഡ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബെറ്റർ തിങ് ഈസ് ഓൾവേസ് ഗോ ഫോർ കേരള കോളേജസ് എന്നാണ്. അതർവൈസ് നിങ്ങൾക്ക് ഇവിടെ ബന്ധുക്കളോ റിലേഷൻഷിപ്പോ ഒന്നും ഇല്ലെങ്കിൽ എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. സോ ദിസ് ഈസ് അബൌട്ട് നമ്മുടെ ടോപ്പേഴ്സിനുള്ള അലോട്ട്മെന്റിന്റെ കാര്യങ്ങൾ. എയിംസുകളുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതല്ലാതെ വേറെ ഒരുപാട് എയിംസുകൾ താഴേക്ക് കിടക്കുന്നുണ്ട്. ഈ എയിംസുകളിലേക്കൊക്കെ ഇപ്പൊ നിങ്ങളുടെ റാങ്ക് കുറച്ച് കുറവാണെങ്കിൽ ഇപ്പൊ നോക്ക്, എയിംസ് ഗുവാഹട്ടി ഓൾ ഇന്ത്യ റാങ്ക് 7000 ആണ്. എയിംസ് മധുരയിൽ ഓൾ ഇന്ത്യ റാങ്ക് 15000 ഉള്ള കുട്ടികൾക്ക് ഇവിടെ പോയിട്ടുണ്ട്, എയിംസ് മധുരയിൽ. പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോരോ എയിംസിൽ ഓരോരോ സാധനങ്ങളാണ്. ഇവിടെ നോക്കുക, എയിംസ് ബത്തിൻഡ 6400 പോയിട്ടുള്ളത്. ആൻഡ് എയിംസ് ഡിയോഗറിൽ പോയിട്ടുള്ളത് എനിക്ക് അറിയില്ല അത് എവിടെയാ സ്ഥലം എന്ന് പോലും കേട്ടോ, 4732 സോ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. സപ്പോസ് അതേഴ്സ്, അതായത് താഴെ വന്ന് കേരളത്തിലുള്ള ഒരു ബെറ്റർ കോളേജ് കിട്ടുന്നില്ല എന്ന് തോന്നുന്ന ഒരാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ബട്ട് ടോപ്പേഴ്സ്, യു പ്ലീസ് സ്റ്റേ കൺഫൈൻ ടു ദിസ് തിങ് ആൻഡ് എയിം ഡൽഹി ഷുവർ ഷോട്ട് ആണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ യു ക്യാൻ ചൂസ് ആയിട്ട് യുവർ പേഴ്സണൽ പ്രിഫറൻസ്. പക്ഷെ ഒരുപാട് ഡിഫറൻസുകൾ ഉണ്ടാവും എന്നുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്. ഇനി ബാക്കി ഇതായിട്ട് ബന്ധപ്പെട്ട കമന്റുകൾ, ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ആസ്ക് മീ ഹിയർ. ദിസ് ഈസ് ഫോർ ടോപ്പേഴ്സ്. ഇതുപോലെ തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഉള്ളിൽ അലോട്ട്മെന്റ് എടുക്കുന്ന ആൾക്കാർക്കുള്ള ഗൈഡൻസ് വന്നിട്ടുള്ള വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിനകത്ത് പറഞ്ഞുതരാം. പിന്നെ കേരളത്തിന്റെ ഓൾ ഇന്ത്യന്റെ ബോർഡറിൽ നിൽക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, ഓൾ ഇന്ത്യ ചൂസ് ചെയ്യുമ്പോൾ എങ്ങനെ ചൂസ് ചെയ്യണം, ഇനി ഓൾ ഇന്ത്യയുടെ ബോർഡറിൽ നിൽക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, ഒരു 3-4 വീഡിയോസ് ആയിട്ട് തന്നെ, ഒരു സീരീസ് ആയിട്ട് തന്നെ ഇത് ചെയ്തു തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പേഴ്സണൽ അഭിപ്രായങ്ങളായിട്ട് മാത്രം എടുക്കുക. ദിസ് ഈസ് നോ പ്ലേസ് ഫോർ സ്പ്രെഡിങ് ഹെയ്റ്റ്. വേറെ കാര്യങ്ങളൊന്നും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ നമ്മൾ എക്സ്ട്രാ എഫോർട്ട് എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നു. നിങ്ങൾക്ക് ഇതും ബാക്കി ഇൻഫർമേഷൻസ് എല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോൺടാക്ട് നമ്പർ ഉണ്ട്. ദിസ് ഈസ് മൈ പേഴ്സണൽ നമ്പർ 9048292200 എന്നുള്ളത് എൻ്റെ പേഴ്സണൽ നമ്പറാണ്. ആൻഡ് ടോപ്പിൽ അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ വേണ്ടവർക്ക്, സീറ്റുകളൊക്കെ ഫിൽഡ് ആണ്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. 9645202200 എന്നുള്ളതാണ്. സീറ്റുകളൊക്കെ ഫിൽഡ് ആണ്. പക്ഷെ ചില കുട്ടികൾ ഹോം സിക്ക് ഒക്കെ ആയി പോയതിന്റെ പേരിൽ എല്ലാ ഹോസ്റ്റൽസിലും 2-3 സീറ്റുകളൊക്കെ വീതം കാലികൾ കിടക്കുന്നുണ്ട്. ഈ സീറ്റുകളിലേക്ക് നിങ്ങൾ അലോട്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നുണ്ടാവും. സോ കോൺടാക്ട് ഹിയർ ഫോർ അഡ്മിഷൻസ് ആൻഡ് ഓൾ. ഡെഫിനറ്റ്ലി നമ്മൾ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ അടുത്ത് വളരെ കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടീമും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു സാധനമുണ്ട്. നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും അതൊരു നിരാശപ്പെടുത്തുന്ന സാധനമായിരിക്കില്ല. ഉറപ്പായിട്ടും അവസാനം വരെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം പറഞ്ഞോട്ടെ. ആൻഡ് ബാക്കി കാര്യങ്ങൾ, സംശയങ്ങൾ, നിങ്ങളുടെ സപ്പോർട്ടുകൾ എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു സോ മച്ച് എവ്രിബഡി. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. സീ യു.